ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു വെള്ള നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ വെള്ള നാരങ്ങ അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 350 ഗ്രാം അളവിൽ നാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും നാരങ്ങ എടുക്കുമ്പോഴത്തേക്കും നല്ല കട്ടിയുള്ള തോലുള്ള നാരങ്ങ ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ട് കുറച്ച് തിന്നായിട്ടുള്ള നാരങ്ങ വേണം എടുക്കാനായിട്ട്. നമ്മൾ അതുപോലെ തന്നെ പച്ച കളറിലുള്ള നാരങ്ങ നമ്മൾ അച്ചാർ എടുക്കാൻ വേണ്ടി എടുക്കരുത്. അപ്പോഴത്തേക്കും നല്ല പച്ചയായിട്ടുള്ള നാരങ്ങ ആകുമ്പോഴത്തേക്കും കുറച്ച് കയ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ നാരങ്ങയുടെ തോട് അത്ര കട്ടിയുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഓരോ നാരങ്ങയും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ അതിനുള്ളിലെ കുരുവൊക്കെ മാക്സിമം എടുക്കാൻ പറ്റുന്ന പോലെ അങ്ങ് എടുത്ത് കളയണം. അതായത് കത്തി വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റുമ്പോഴത്തേക്ക് അതെല്ലാം ഒന്ന് മാറിപ്പിക്കോളും. അതിനുശേഷം ഓരോ നാരങ്ങ 8 പീസാക്കിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഈ ഒരളവിന് വലിയ പീസ് ആകുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ആ വലിയ പീസ് അത്രയും കഴിക്കണം എന്നില്ല. അപ്പോൾ ചെറുതാകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു 8 പീസ് അളവിൽ എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. എന്നാൽ ശരി, ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് വഴിയേ ചെയ്തു പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതുപോലെ ഒരു 1.25 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഉലുവ എടുത്തിട്ടുള്ളത്. ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് വറുത്ത് കൊടുക്കണം. അതിൻ്റെ കളർ ലൈറ്റായിട്ട് മാറുന്നവരെ മാത്രം ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും. ഈ മുഴുവൻ ഉലുവയ്ക്ക് പകരം നമുക്ക് ഉലുവ പൊടിയും ചേർത്ത് കൊടുക്കാം. പക്ഷേ മുഴുവൻ ഉലുവ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഉലുവയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സമയത്ത് വറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ഉലുവയെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേ കടായിലേക്ക് തന്നെ ആവശ്യമുള്ള എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പോഴത്തേക്കും നല്ലെണ്ണയിൽ അച്ചാർ തയ്യാറാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാകുന്നത്. നല്ലെണ്ണ എന്നും എള്ളെണ്ണ എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും അച്ചാറിന് കുറച്ച് കൂടുതൽ എണ്ണ വേണം, എങ്കിൽ മാത്രമേ അത് ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കാനും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ടേസ്റ്റും കൊടുക്കുള്ളൂ. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ കടുകും കൂടി. അപ്പോൾ ആ കടുകും കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കടുകെല്ലാം നല്ല രീതിയിലൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 50 ഗ്രാം അളവിൽ ഞാനിപ്പോൾ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. തീരെ ചെറിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ അത് അരിയേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ ചേർക്കാവുന്നേ ഉള്ളൂ. അതേ അളവിൽ തന്നെ കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അതായത് ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, എന്നാലൊന്ന് വെന്ത് കിട്ടുന്നത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എപ്പോഴും നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർക്കുന്നത് അച്ചാറിൻ്റെ ടേസ്റ്റ് കൂട്ടും. നമ്മളിപ്പോൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ് എന്ന് വെച്ചിട്ട് നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിലും ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. നല്ലെണ്ണയ്ക്ക് പകരം നമുക്ക് സാധാരണ എണ്ണ എടുക്കാവുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 1-2 മിനിറ്റോളം നമ്മളൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളകും കൂടി. ഞാനിപ്പോൾ ഇവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. ഈ കാന്താരി മുളകിന് പകരം നമുക്ക് പച്ചമുളകിലും തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 50 ഗ്രാം അളവിലാണ് ഇതിലേക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ കാന്താരി മുളകെല്ലാം കഴിവതും രണ്ടായിട്ടൊന്ന് വകുന്ന് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പെട്ടെന്ന് തന്നെ അതിലേക്ക് ആ എരിവൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പില എപ്പോഴും ധാരാളം ചേർക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല.
അപ്പോൾ അത് ഈ ഒരളവിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മളിത് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ നാരങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നാരങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഈ സമയം മീഡിയത്തിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി നിൽക്കണ്ടെങ്കിൽ പിന്നെ നാരങ്ങയുടെ ആ വെള്ളമെല്ലാം പെട്ടെന്നൊന്ന് വറ്റി ഡ്രൈ ആയി പോകും. അതിൻ്റെ പേരിലാണ്. ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അച്ചാറിന് എപ്പോഴും കുറച്ച് കൂടുതൽ ഉപ്പ് തന്നെ വേണം. നമ്മുടെ ഈ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഉപ്പെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. ഉപ്പെല്ലാം ഇതുപോലെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മുടെ ഈ വെള്ളനാരങ്ങയിൽ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നതാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കും തോറും കൂടുതൽ നാൾ കേടാകാതിരിക്കും. അത് ഈ അച്ചാറിനല്ല, ഏത് അച്ചാറിനാണെന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ നാരങ്ങയിലുള്ള വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നാരങ്ങയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊറി തുടങ്ങും. ഈ ഒരു സമയം നമുക്ക് വേണ്ട കാര്യമാണ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്നൊന്ന് വേകണം. അത്രയും സമയം കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ നാരങ്ങ നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. എന്നാൽ ശരി, ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ നാരങ്ങയെല്ലാം നല്ല രീതിയിലൊന്ന് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ഉലുവ നന്നായിട്ട് ഞാനൊരു ഇടികല്ലിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൂടി നമുക്ക് ഈ ലാസ്റ്റ് സമയം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫൈനലായിട്ട് വേണ്ട നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കുറച്ച് ശർക്കരയും കൂടി. പൊടിച്ച ശർക്കരയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും, 3.5 ടേബിൾ സ്പൂൺ അളവോളം ഉണ്ടാവും. അപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്തെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഈ ഒരു അളവിൽ പൊടിച്ച ശർക്കരയും കൂടി ചേർക്കുകയാണ്. നമ്മൾ ഈ ശർക്കര ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ നമ്മുടെ എരിവും അതുപോലെ തന്നെ നമ്മുടെ ഈ നാരങ്ങ ചെറിയൊരു കയ്പുണ്ടെങ്കിൽ ആ കയ്പും അതുപോലെ തന്നെ ആ പുളിപ്പും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബാലൻസ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ശർക്കരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമുക്ക് ആവശ്യമായിട്ട് വരും. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട കാര്യമാണ് കുറച്ച് വിനാഗിരിയും കൂടി. അപ്പോൾ നമ്മൾ ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അതൊരുപാട് നാളിങ്ങനെ കേടാകാതെ ഇരുന്നോളും. വിനാഗിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആകെ ഒരു കറക്റ്റ് ടേസ്റ്റ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ശർക്കര ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുളകും വിനാഗിരിയും ഒക്കെ നമ്മുടെ ഈ നാരങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരാനായിട്ട് ഏകദേശം ഒരു 3-4 ദിവസം ഒന്ന് സമയം കൊടുക്കണം കേട്ടോ. 3-4 ദിവസം കൊണ്ട് ഇത് ഭയങ്കര സ്പെഷ്യൽ ടേസ്റ്റിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു ഭരണിയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ചില്ല് കുപ്പിയിലേക്കോ ഇതൊന്ന് മാറ്റണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.